സഹകരണ ജനാധിപത്യ വേദിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി സെക്രട്ടറി ജോസഫ് വാഴക്കൻ സമരം ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ പ്രതിസന്ധിയിലാക്കുന്ന കേരള ബാങ്കിന്റെ വികലമായ നയങ്ങൾ പിൻവലിക്കുക, പ്രാഥമിക സഹകരണ സംഘങ്ങളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക, ഓഹരിയും അംഗങ്ങളുടെ നിക്ഷേപവും ഉൾപ്പെടെയുള്ള തുകകൾക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സഹകരണ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ജില്ലാ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലയിലെ വിവിധ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് കൊടുക്കാനുള്ളത് 110 കോടി രൂപ സർക്കാർ പറഞ്ഞതുകൊണ്ട് അവര് കടാശ്വാസ കമ്മീഷന്റെ തീരുമാനമനുസരിച്ച് കടം ഭാഗികമായും ഒക്കെ എഴുതിത്തള്ളിപ്പോൾ സംസ്ഥാനത്തെ ഈ ജില്ലയിലെ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഉണ്ടായ നഷ്ടം സംസ്ഥാന സർക്കാർ കൊടുക്കാമെന്നുള്ള ധാരണയിലാണ് തീർത്തത്. പക്ഷെ ആ പൈസ കൊടുത്തില്ലെങ്കിൽ എങ്ങനെ സഹകരണ പ്രസ്ഥാനം മുന്നോട്ട് പോകും? സംസ്ഥാന സർക്കാരിന്റെ വാക്ക് വിശ്വസിച്ച് ആ കടങ്ങൾ ക്ലോസ് ചെയ്തിട്ടുള്ള ആളുകൾ, ആ ബാങ്കുകൾ എങ്ങനെ നിലനിൽക്കും? സംസ്ഥാന സർക്കാർ ആ പണം കൊടുക്കാതിരുന്നാൽ 110 കോടി രൂപ ഈ പാവപ്പെട്ട ജില്ലയിൽ, പാവപ്പെട്ട കർഷകർ മാത്രമുള്ള ജില്ലയിൽ അവരുണ്ടാക്കിയിരിക്കുന്ന ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ബാധ്യതയാണ്. സഹകരണ സംരക്ഷണ വേദി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് അധ്യക്ഷത വഹിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു, KPCC ഭാരവാഹികളായ AK മണി, അഡ്വക്കേറ്റ് MN ഗോപി, AP ഉസ്മാൻ, DCC ജനറൽ സെക്രട്ടറി MT അർജുനൻ, ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് MK പുരുഷോത്തമൻ, D കുമാർ, OR ശശി, അഡ്വക്കേറ്റ് സുരിയക് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി.